ഹലോ, ഞാൻ സെല്ലു പോനാൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തോടുകാപ്പ് ടൂറിസത്തിൻ്റെ ഒരു ഇതിലേക്ക് വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കയറാൻ നിൽക്കുകയാണ്. നമ്മുടെ ഉസ്താദിൻ്റെ ഒരു വീട്ടിരിക്കലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ പാലക്കാട് ഭാഗത്ത് മണ്ണാർക്കാട് നമ്മുടെ നാട്ടുകാൽ മക്കാമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നാൽ നമുക്ക് ഈ ഒരു ഏകദേശം 2-3 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഈ ഒരു പാർക്ക് കാണാൻ പറ്റും, ടൂറിസം വകുപ്പിൻ്റെ ഇത് കാണാൻ പറ്റും. ഉള്ളിൽ കയറാൻ വേണ്ടി 40 രൂപയാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മളെ ഇവിടേക്ക് പോയാൽ പാലക്കാട് ഭാഗത്ത് കണ്ടത്. നമ്മൾ അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് നാട്ടിലോട്ട്. ഇവിടെയാണ് നമ്മുടെ പൊന്നാനി ഭാഗത്തേക്ക് റോഡാണ് കേട്ടോ പോകുന്നത്, ഈ സൈഡ്. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് റോഡ് സൈഡിലായതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റും തോടുകാപ്പ് വനസംരക്ഷണ സമിതി. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, മലമ്പുഴയ്ക്ക് വേനാമ്പൽ, അതുപോലെ തന്നെ വരയാട്, സിംഹാവാൽ, കുരങ്ങ്, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ പുറത്ത് എന്ത് ചെയ്യാം, നമുക്കൊരു ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നമുക്ക് കയറാനുള്ള ടിക്കറ്റിൻ്റെ കൗണ്ടറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഇതിലെ എമൗണ്ട് നമ്മളെ കൂടെ ഉണ്ടായ നമ്മൾ സുഹൃത്തുണ്ട് റസീന്, അവനാണ് ഇപ്പോൾ നമ്മൾക്ക് വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ ടൈം കണ്ടില്ല, പ്രവൃത്തി സമയം രാവിലെ 9 മണി മുതൽ 6 മണി വരെ. പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ ഓരോ നിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൗണ്ടറിൽ ചോദിച്ചപ്പോൾ അവർ ക്യാഷ് സ്വീകരിക്കില്ല, ഓൺലൈൻ വഴിയാണ് നമ്മളിവിടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നിലോട്ട് കയറി നമുക്കൊരു പാർക്ക് കാണാൻ പറ്റും. ഫ്രണ്ട് സൈഡിൽ നമുക്ക് പാർക്ക് കാണാം. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല മരങ്ങളും അതുപോലെ തന്നെ കളിക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് ഓപ്പണായി വന്നാലുണ്ടല്ലോ, കയറി വന്നാലും നമ്മൾ ടിക്കറ്റ് കൊടുത്ത് കയറി ഓൺലൈൻ വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോയാൽ ഏകദേശം ഒരു 600 മീറ്റർ പോയാൽ എന്ത് ചെയ്യുക, 600 മീറ്റർ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂ പോയിന്റിലേക്ക് എത്താൻ പറ്റും. അതേസമയം നമ്മൾ ഈ സൈഡിൽ കൂടെ പോകുകയാണെങ്കിൽ ഏകദേശം 2 കിലോമീറ്ററോളം ചുറ്റി കറങ്ങണം. നമ്മൾ ഏകദേശം 2 കിലോമീറ്ററോളം ചുറ്റി കറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കിളികളൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം നമുക്കിവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഞായറാഴ്ച കാരണം ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് ഇവിടെ കാണാനും അതുപോലെ തന്നെ ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ സുഹൃത്ത് നമ്മളെ റസീന് മുന്നോട്ടിൽ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. റസീന് വീഡിയോയിൽ വരാൻ വേണ്ടി ഒരു ചെറിയൊരു ചടപ്പ്. നമ്മളെ ബാക്ക് സൈഡിലാണ്ട വളരെ മനോഹരമായി നമ്മളൊരു വനമേഖലയിലൂടെ നടക്കണം. ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വനമേഖലകളൊക്കെ ഏകദേശം നടക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് നമ്മൾ ഉസ്താദിനോട് ചോദിച്ചതാണ് ഇവിടെ വേറെ ഏതെങ്കിലും ഫോറസ്റ്റ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വെച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു ഇവിടെ ഉണ്ട്, കുറച്ചുകൊണ്ട് പോയാൽ മതി. അപ്പോൾ അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഓൺലൈൻ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് എന്നുള്ള മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ അവർ ഏകദേശം കാര്യങ്ങൾ യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ പറഞ്ഞ 2 സൈഡിൽ കൂടെ നിങ്ങൾക്ക് പോവാം, മറ്റേതെന്ന് വെച്ചാൽ 2 കിലോമീറ്ററോളം ഒന്ന് ചുറ്റി കറങ്ങണമെന്ന്. അപ്പോൾ എന്തായാലും വന്നതാണ്, ഒരു 2 കിലോമീറ്ററോളം നമുക്ക് ചുറ്റി കറങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പോകാമെന്ന് വിചാരിച്ചാൽ. ഇവിടെ ഒക്കെ ഉണ്ടോ നല്ല കാട് പിടിച്ചത്. കാടെന്ന് വെച്ചാൽ ഈ സൈഡിൽ നമുക്ക് റോഡ് കാണാൻ പറ്റും, ഇപ്പുറത്തെ സൈഡിൽ റോഡ് കാണാൻ പറ്റും. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളോട്ട് കയറിയാൽ നമുക്ക് അതിൻ്റേതായ ഒരു കാട് ഏരിയ, ഒരു ഫോറസ്റ്റ് ഏരിയയ്ക്ക് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. അതിൽ ഉപരി നമുക്ക് ഒരുപാട് പക്ഷികളെയും ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ കുറച്ചങ്ങോട്ട് നടന്നാൽ ഇവിടെ ചെറിയ പാറകൾ കാണാൻ കേട്ടോ. ഇപ്പോൾ ഏകദേശം കുറച്ചങ്ങോട്ട് നടന്നിട്ട് ഇങ്ങോട്ട് കയറി ഈ വഴിയിലൂടെ നമ്മൾ വഴി കണ്ട ഈ ഒരു ലെവലിൽ ഇതിന് നേരെ ഇപ്പുറത്തെ സൈഡും ഇപ്പുറത്ത് പിന്നെ റോഡാണ്. കുറച്ചും കൂടി കയറി നമുക്ക് ആ റോഡ് കവർ ചെയ്ത് പോകട്ടോ, പിന്നെ റോഡ് കാണൂല. ഇവിടെ ഉണ്ട് കണ്ട ട്രാക്ക് 10 വിട്ട് ഉൾക്കാട്ടിൽ പ്രവേശിക്കുന്നത് കുറ്റകരമാണ് എന്നാണ്. എൻ്റെ നാട്ടിൻ്റെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ കാടുകളില്ല, ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. എൻ്റെ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നല്ല വികസനം ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യം നമ്മളെ ഈ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ അതിന് നമ്മൾ ഏകദേശം നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു സമയമുണ്ട്. ഞാൻ ഇന്ന് 2 മക്കാം എടുത്ത് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ ഉസ്താദിനോട് വെച്ചപ്പോഴാണ് ഉസ്താദ് പറഞ്ഞ ഇങ്ങനെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ നോക്കി എന്ത് രസമാണെന്ന് നോക്കി ബാക്ക് സൈഡ് കണ്ടാ, വിശാലമായിരിക്കണേ. അത്രയും നല്ല മൊഞ്ചൊരു സ്ഥലം ഉണ്ടാ. നമ്മളൊരു ഫ്രീ ടൈമിലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറി വന്നാണ്ടല്ലോ, കാട്ടിൻ്റെ ആ ഒരു മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്പം പങ്കിടാൻ പറ്റും. അത്ര കാണിച്ചത് നേരത്തെ എൻ്റെ ഫേസ് ആയ കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കണ്ട ഇവിടെ ഫുള്ള് മുളയുണ്ടോ ഇവിടെയൊക്കെ. കാട്ടിൻ്റെ ആ ഒരു സൗന്ദര്യം നിങ്ങൾ നോക്ക്. ഓ എന്താ വൈബ് എന്നറിയോ. ശരിക്കും നമ്മളൊരു സ്ഥലത്ത് വരുമ്പോഴേ ആ സ്ഥലത്ത് ടൈം ഉണ്ടെങ്കിൽ ഏകദേശം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് പോകാൻ നോക്കണം. അതൊരു ഇനി നമ്മൾ എപ്പോഴും ഞാൻ ഇങ്ങോട്ട് ഉസ്താൻ്റെ വീട്ടിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ അത് വേഗം വന്നു പോയെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം വരുമ്പോൾ എന്തായാലും കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. വീഡിയോയിൽ എല്ലാ സൈഡും എടുക്കുന്നില്ല, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം എല്ലാം എടുത്താൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകും. പിന്നെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വന്ന് കാണുമ്പോൾ അതിൻ്റെ വൈബ് മനസ്സിലാവുള്ളൂ. ഉള്ളിലോട്ട് കുറച്ച് കയറി വന്നിരിക്കുന്നത് റോഡ് ആ ഭാഗത്തായിരുന്നു, അതൊക്കെ ഏകദേശം കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഫുള്ള് മുളകൾ വെച്ചിട്ട് മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങോട്ട് കയറിയാൽ തന്നെ അതിൻ്റെ ഒരു വൈബ് മനസ്സിലാവുള്ളൂ എങ്ങനെയാണെന്നുള്ളത്.
അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരേണ്ടതായി മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട ഒരു ചെറിയൊരു പ്ലേസാണ്. അതിനായിട്ട് വരണമെന്ന് ഞാൻ പറയണില്ല, പക്ഷെ ഇങ്ങനെ പോണ വഴിക്ക് എന്ത് ചെയ്യുക, ടൈം ഉണ്ടെങ്കിൽ ഒന്ന് കയറുന്നത് നല്ലതാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല. ബാക്കിയുള്ള കൂടെ വന്നാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. നമ്മൾ വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ആ പ്രകൃതിയുടെ ആ ഒരു മനോഹരമായ നിമിഷങ്ങൾ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മഴക്കാലത്ത് വന്നാൽ കുറച്ചും കൂടി വെറൈറ്റി ഉണ്ട്. മഴ പെയ്തിട്ടുള്ള ഒരു വൈബ് വേറെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് വരുമ്പോൾ കുറച്ചും കൂടി വെറൈറ്റി ആയ കാര്യങ്ങളുണ്ടാവും. ഇത് നമ്മൾ മഴക്കാലത്ത് കഴിഞ്ഞ് ഏകദേശം ജനുവരി മാസത്തിലാണ് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് മാറ്റങ്ങൾ സൗന്ദര്യങ്ങളൊക്കെ ഉണ്ട്. മഴ പെയ്യുമ്പോൾ പുതിയ ചെടികളും ഇലകളൊക്കെ എന്ത് ചെയ്യും, തളിർത്ത് വരും. അപ്പോൾ കാണാൻ നല്ല വൈബാണ് കാണാൻ. അപ്പോൾ ആ സമയത്ത് തന്നെ അതിൻ്റെതായ ലെവൽ കിട്ടും. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല, പ്രത്യേകിച്ച് മഞ്ഞിൻ്റെ സീസണാണ്. ഇപ്പോൾ നമ്മൾ വൈകിട്ടാണ് വന്നിട്ടുള്ളത്, ഏകദേശം മഞ്ഞിൻ്റെ ടൈമൊക്കെ മാറിയിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ രാവിലെ വരണം, അല്ലെങ്കിൽ വൈകുന്നേരം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറേണ്ടി വരും. കാരണം മൃഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആനകൾ അതുപോലെ തന്നെ മാനുകളൊക്കെ വരാനുള്ള ടൈമുണ്ട്. പിന്നെ വേറെ എന്താ നമ്മൾ ആക്രമിക്കുന്ന രീതിയിലുള്ള മൃഗങ്ങളും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണക്കിലെടുക്കണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഏകദേശം ഒരു 2:30-3 മണി സമയത്തൊക്കെ വന്നാലും കുഴപ്പമില്ല. നല്ല നേരം വഴുകരുത്. നല്ല നേരം വഴി ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ വഴി എങ്ങനെ വഴി തെറ്റി പോയിക്കണേ, യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇതിക്കണം ഏകദേശം ഒരു ലെവൽ കിട്ടും കേട്ടോ. ഈ ഒരു വിശാലമായത് ഇപ്പോൾ നമുക്ക് അവിടെ നോക്കിയാൽ റോഡിൻ്റെ ആ ഒരു സൈഡ് കാണാൻ പറ്റും. ആ സൈഡ് അതിപ്പോൾ നമ്മൾ ഫുള്ളോട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്ന കാരണമാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇതിൽ മൈക്കില്ല, അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് പിന്നെ പറയുന്നത് ഞാൻ മൈക്ക് ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കാണാൻ കുറച്ച് വീഡിയോസ് എടുക്കുക. അതിൻ്റെ ഉപരി ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ കണ്ടില്ലേ കാട്ടിൻ്റെ അതിമനോഹരമായ സൗന്ദര്യം, അതുപോലെ തന്നെ അല്ലാഹു തആല നമുക്ക് പ്രകൃതിയിൽ കനിഞ്ഞ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ഉണ്ടല്ലേ. നല്ല മനോഹരമായ കാഴ്ച. നമ്മുടെ നാട്ടിലൊക്കെ ആദ്യ കാലത്ത് കുറേ സ്ഥലങ്ങളുണ്ടാവും. പിന്നെ ആളുകളെ പെരുപ്പം കൂടുതലും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ കാലഘട്ടം വരുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ പ്രകൃതിയിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ലെവലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സൈഡൊക്കെ കാണിച്ചു കൊടുത്താൽ രസീനെ കണ്ട നല്ല രസം. വലിയ മരങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടി ഉൾഭാഗത്ത് കയറിയാൽ ഒരുപാടുണ്ടാവും. ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എൻ്റെ. അത് നമ്മൾ ലാസ്റ്റ് എന്തെങ്കിലും കാണിച്ചു തരും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമ്മളോട് കയറിയിട്ട് ഏകദേശം കുറച്ച് കയറിക്കണം, 1 കിലോമീറ്റർ ആയിട്ടില്ല. അപ്പോൾ കുറച്ച് കയറിയപ്പോൾ ഉള്ള കാഴ്ചകളാണ്. ഇനി കുറച്ചും കൂടി കയറിയുള്ള ബാക്കി വിശേഷങ്ങൾ നമ്മൾ കാണിച്ചു തരാം. നമ്മളെ കൂടെയുള്ള റസീന് വേഗം കയറി പോവാം. ചെക്കനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, പോവാണ്ട്. അപ്പോൾ ചെക്കൻ കുറച്ച് ധൃതിയിൽ കയറി പോകണ്ട. കയറ്റങ്ങളും കുന്നുകളൊക്കെ കയറി പോവാം. നമ്മൾ മിക്ക വീഡിയോസിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അവരുടെ ഫോം പിടിച്ചു തരണം കേട്ടോ. നോക്കി എന്ത് രസമാണ് കാണാൻ. ഇവിടെ കടന്നല്ല വണ്ട ആ ഭാഗത്തുണ്ട്, ആ ഒരു സൈഡിൽ. അപ്പോൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറി വന്നിക്കണം. ഇപ്പോഴും വാഹനത്തിൻ്റെ ശബ്ദം ബാക്ക് സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ഉണ്ട്. നമ്മൾ ബാക്ക് സൈഡിൽ വേറൊരു ഫാമിലി ഫ്രണ്ട്സ് ചെക്കന്മാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ട് ശ്രദ്ധിച്ചില്ല, ചെറിയ 2-3 ആൾക്കാർ തല ഉണ്ട്. അപ്പോൾ ഈ സൈഡ് കണ്ട കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറിയിരിക്കണേ. അപ്പോൾ ബാക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ചെക്കന്മാർ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ ഉൾഭാഗത്തൊക്കെ ആയിട്ട് വരുന്നുണ്ട് കാര്യങ്ങൾ. ഇത് നടന്നപ്പോളേ കുറച്ചുകൂടെ നടന്ന് കയറിയപ്പോൾ നീല കളറിലൊരു പൂവുണ്ട്. പൂ തൊടുന്നില്ല, ഞാൻ തൊട്ടിട്ട് അതിൻ്റെ മേലിൽ എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതിനാ ടൈം ഉണ്ടാവുള്ളൂ. ചെറിയ പൂവുകൾ കാണാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഉള്ളോട്ടാണ് കയറി വന്നത്. അങ്ങനെ ഉള്ളോട്ട് കയറി വന്നപ്പോൾ ഇപ്പോൾ വാഹനത്തിൻ്റെ ശബ്ദങ്ങൾ അങ്ങനെ കേൾക്കുന്നില്ല. ഇനി വാഹനം പൂവായിട്ടാണോ എന്നറിയില്ല, എന്തായാലും ഇപ്പോൾ ശബ്ദം കേൾക്കുന്നില്ല. ഇപ്പോൾ ശാന്തമായ ഒരു കാടിൻ്റെ ഒരു അനുഭവം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ടാ. നമ്മളെ ഉൾഭാഗത്ത് കയറി വരാനുള്ള വഴിയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ചുറ്റുഭാഗത്തും കണ്ടോ ഹരിത മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ വള്ളികളൊക്കെ പടർന്ന് പിടിച്ചിരിക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ നോക്കി നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാടിൻ്റെ സൗന്ദര്യം കാട്ടിലോട്ട് ഇറങ്ങിയാൽ തന്നെ കാണാൻ പറ്റുള്ളൂ, അത് നാട്ടിൽ നിന്ന് കാണാൻ പറ്റില്ല. അത് പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ട്രിപ്പ് പോകാറുണ്ട് അല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ മുമ്പ് പറഞ്ഞിങ്ങനെ തോന്നുന്നു, ഇടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ ഈ ഫോറസ്റ്റ് ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി വൈബ് ഉണ്ടാവും. കാട്ടിലെ സൗന്ദര്യം, കാടെന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാട്ടിലോട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ്. ആൾക്കാരുണ്ടാവണം, നമ്മൾ ഒറ്റക്ക് പോകരുത്. ഈ ഭാഗത്ത് കണ്ടില്ലേ ഒരു താഴ്ച പോലെ കാണുന്നത് കണ്ടില്ലേ. പിന്നെ ആ ഭാഗത്ത് കയറ്റം പോലെ കണ്ടില്ലേ. നമ്മളെ വഴി കണ്ട വിശാലമായ ഒരു വഴി. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടിയാണ് നടന്നപ്പോൾ എന്ത് ചെയ്തു, നമ്മളെ വേറെ പൂക്കളുണ്ടോ, ഇത് നമ്മുടെ നാട്ടിലുണ്ട് ഈ പൂ. ഇത് മിക്കതും നമ്മുടെ നാട്ടിൽ ഉണ്ടാവും. അത് നമ്മളെ ഏരിയയിൽ കാടൊന്നും ഇപ്പം ഇല്ലാത്ത കാരണം ചെറിയ ചെടികളൊക്കെ വെട്ടി നശിപ്പിക്കല്ലേ. ഈ ഒരു ഇത് കാണിച്ചു തന്നല്ലോ, ഇതിന് നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ വേറെ തരത്തിലുള്ള പൂക്കൾ വെച്ചുള്ള ചെടികളാണ് മറ്റും. ഇത് നമ്മുടെ നാട്ടിൽ അധികം കാണില്ല കേട്ടോ. കാണുന്നുണ്ടായിരിക്കും, കൂടുതൽ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ അങ്ങനെ നമ്മൾ ചെറിയൊരു പാറ കിട്ടി. കുറച്ച് നടന്നപ്പോൾ ചെറിയൊരു പാറ, ചെറുതെന്ന് വെച്ചാൽ അത്യാവശ്യം അല്പമുണ്ട്. ഈ സൈഡിലൊക്കെ പാറ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലേക്ക് കയറിക്കണേ. അടിയിലേക്കൊരു സ്ലോപ്പ് പോലെയാണ്. അപ്പോൾ മഴക്കാലത്തൊക്കെ വരുമ്പോഴോ അതുപോലെ തന്നെ ഗ്രിപ്പില്ലാതെ ചെരുപ്പുകളൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. ചെറിയ ഒരു ഉയർച്ചയിലേക്ക് നമ്മൾ കയറിയോണ്ടിരിക്കണേ.
നമ്മൾ ഏകദേശം ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, അപ്പുറ സൈഡിൽ കൂടെ വേണമെങ്കിൽ വെറും 600 മീറ്ററുള്ള വ്യൂ പോയിന്റ് കാണാൻ. ഇപ്പുറ സൈഡിൽ കൂടെ വേണമെങ്കിൽ 2 കിലോമീറ്ററോളം എന്ത് ചെയ്യണം, നടക്കണം. അപ്പം നടക്കാനൊരു എക്സസൈസൊക്കെയാണ് ഇതിൻ്റെ മുകളിലോട്ട്. നമ്മൾ പിന്നെ വന്നപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ട് വരലുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പേരിലൊന്ന് നടക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാ. ഇനി ഇവിടുന്ന് നാട്ടിലോട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യും, നാട്ടിലേക്ക് എത്തുമ്പോൾ തീരുമാനമാവും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു പാറ കയറി വന്നു. ഞാൻ പാറ തന്നെ ഇറങ്ങാൻ കേട്ടാ. അപ്പോൾ നമ്മൾ അങ്ങനെ എന്ത് ചെയ്ത് കുറച്ചുകൊണ്ട് ഇറങ്ങി. ഈ സൈഡൊക്കെ നല്ല കാടാണ് കേട്ടോ ആ ഭാഗത്ത്. പിന്നെ അങ്ങനെയാണ് നമ്മൾ വന്നിട്ടുള്ള ആ മരങ്ങളിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്ന് ലാസ്റ്റ് നമ്മളെന്താ ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ സൂക്ഷിച്ചും കണ്ടിറങ്ങണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും ഊരൊടിയെന്നുള്ള മുൻകൂട്ടി പറഞ്ഞിരിക്കണം. അതൊന്നും കൂടി പറഞ്ഞ് അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞ് ഇവിടെ ഉണ്ടാ ഈ സൈഡിലാണ് വ്യൂ പോയിന്റ്. അതായത് ഒരു പാറ വരുന്നത്, അതിൻ്റെ മേലെ കയറി നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ പറ്റുള്ളൂ. വ്യൂ പോയിന്റിന്റെ ആ ഭാഗത്ത് കയറാൻ നിൽക്കണം. അപ്പോൾ അതിൻ്റെ അടുത്ത് നല്ല മുളകലാൽ അലങ്കരിച്ച് അവർ തന്നെ പ്രകൃതി തന്നെ അണിയിച്ചൊരുക്കിയ ഒരു സ്ഥലമുണ്ട്. അവിടെ നല്ല രസമുണ്ട്. ആ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഒരു എൻജോയ്മെന്റ് കിട്ടുന്ന ഒരു സ്ഥലം, ഫോട്ടോസൊക്കെ നല്ല എടുക്കാൻ പറ്റിയ ഒരു പ്ലേസും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരുപാട് ആളുകൾ അവിടെ കയറാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, കയറി കഴിഞ്ഞ് വന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർ റെസ്റ്റ് എടുക്കുന്നുണ്ട്, കുറേ ആൾക്കാരുടെ കമ്പനി അടിച്ചിരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നതാണ്, അതായത് 600 മീറ്റർ എന്ന് പറഞ്ഞല്ലോ, അതിൽ കൂടെ വന്ന് ഇരിക്കുന്ന ആൾക്കാരാണ്. അതായത് തിരക്കുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വന്ന് കണ്ടുവരാൻ പോവാം. അല്ലാതെ ഇനി നമ്മൾ ഇങ്ങോട്ട് വരും എന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫുള്ളൊന്ന് എല്ലതും കണ്ടിട്ട് പോകുന്നതല്ലേ നല്ലതായിരിക്കും. കാരണം എന്തായാലും ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഇനി എല്ലതും കണ്ടതിൻ്റെ ശേഷം നമുക്കൊന്ന് പോവാം, അത്രേ ഉള്ളൂ. ഈ ഒരു പാറൻ്റെ മുകളിലോട്ട് കയറിയിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെയാണ് ഇനി കാണിക്കാൻ പോണത്. കയറുമ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം. വരുമ്പോഴാണ് മെയിനായിട്ട്. നമ്മളെ ചെക്ക അങ്ങോട്ട് കയറി പോയിക്കണണ്ട. അപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്, ആ ലെവലിലാണ് ആ പാറ നിൽക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരുവിധം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ മലൻ്റെ ഏകദേശം കയറാനായിരിക്കും കേട്ടോ. നമ്മൾ പിന്നിട്ട വഴികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നിടാൻ പോകുന്ന വഴികളാണ് നിങ്ങൾ ഇത് കാണുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് മേലെ സ്റ്റെപ്പ് വഴി കയറിക്കൊണ്ടിരിക്കണ്ടേ. ഈ സൈഡിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ സ്ലോപ്പ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇതിമൂട് കയറാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകമായിട്ട് സിമെൻറ്റ് കൊണ്ട് ഇവർ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വലിയ സ്റ്റെപ്പാണ്. ഇവിടെ കയറുന്ന വഴിക്ക് കുഴപ്പമില്ല. നമ്മൾ സ്റ്റെപ്പുകൾ കയറിയിട്ട് നമ്മളെ റിഫീന നേരത്തെ കാലത്ത് വന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് വേറെ ആരെങ്കിലും ഇരിക്കാന്ന് കുറേ നോക്കിയാൽ കണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടാവില്ലേ. എന്താ വെച്ചാൽ 2 കിലോമീറ്ററുള്ളൂ. നമ്മൾ എല്ലാ സ്ഥലങ്ങളും കണ്ട് പതുക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വ്യൂ പോയിൻ്റെ മേലേക്ക് എത്തി, അതായത് മലൻ്റെ മുകളിലെത്തി. നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ ഇവിടെ ഈ സൈഡാണ്ടാ. ഈ ലെവലാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറിയുള്ള വ്യൂ പോയിന്റ്. ഇത് മഴക്കാലത്തും കൂടി കുറച്ചും കൂടി നല്ല രസമുണ്ടാവും കാണാനായിട്ട്. കാരണം പച്ചപ്പ് ഇങ്ങനെ വന്നിട്ട് നല്ല വൈബുണ്ടാവും ആ സമയത്ത് കാണാൻ. ഈ ഒരു സൈഡിൽ കണ്ട ഒരുപാട് ആൾക്കാർ ബാക്ക് സൈഡ് ആ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെയാണ് സ്റ്റെപ്പ് വന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ കോറി കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റും. ആ സൈഡുണ്ടോ മലകൾ, പിന്നെ അതുപോലെ തന്നെ പള്ളി ആ സൈഡിൽ നിന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്നുണ്ട് നമ്മൾ ഏകദേശം ഈ ഒരു സൈഡില്ലേ, അങ്ങനെയാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. ഈ സൈഡിൽ കൂടെ ഫുള്ള് കാടാണ്, മുകൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ആ ഭാഗത്ത് കൂടെ ഒക്കെ ആ ഏരിയയിൽ കൂടെ അങ്ങനെ വന്നിട്ടാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഈ മലൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ നിന്ന് ഉണ്ടല്ലോ കുറച്ചുകൂടി നടന്നാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോയാലും നമുക്ക് വ്യൂ പോയിന്റ് എത്തും കേട്ടോ. ആ സൈഡിലേക്ക് പോയാലും വ്യൂ പോയിന്റ് എത്തും. അപ്പോൾ ഏറ്റവും നല്ലത് അപ്പുറത്ത് കൂടെ കയറി വരുന്നതാണ്. അത് നമുക്ക് കുറച്ചും കൂടി നമുക്ക് കാടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ പിന്നെ വണ്ടി പോണ ശബ്ദങ്ങളൊക്കെ ആവും. പിന്നെ ധൃതി പിടിച്ച് വരുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് കയറാൻ പറ്റിയ സ്ഥലം ഈ ഒരു സൈഡാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ തോടുകാപ്പ് കുന്നിൻ്റെ വ്യൂ പോയിന്റ് കണ്ടിറങ്ങി. അപ്പോൾ അത് കണ്ടിറങ്ങി വളരെ മനോഹരമായ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നത് വേറെ വഴി കൂടെ, പോകുന്നത് വേറെ വഴി കൂടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.